മഹാരാഷ്ട്രയിലെ സോളാപൂരിൽ മലയാളി കൊല്ലപ്പെട്ടു. കോയമ്പത്തൂരിൽ താമസിക്കുന്ന വി കൃഷ്ണപ്രസാദാണ് കൊല്ലപ്പെട്ടത്. പൂനെയിലേക്കുള്ള യാത്രാമധ്യേ മോഷ്ടാക്കളുടെ ആക്രമണത്തിലാണ് മരണം. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, എന്താണ് സംഭവിച്ചത്? 2 ദിവസം മുമ്പാണ് ജിക്ക് ഈ കൊലപാതകം നടക്കുന്നത്. സോളാപൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് പൂനെയിലേക്കുള്ള യാത്രാമധ്യേ സോളാപൂരിൽ ഇറങ്ങുന്നു. മൂത്രമൊഴിക്കാനായി അദ്ദേഹം പോകുന്ന വഴിക്ക് ഏതാണ്ട് പുലർച്ചെ 2:30 ശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. 3 പേർ എത്തി അദ്ദേഹത്തെ തടയുകയും അവിടെ പിന്നീട് ഒരു തർക്കമാവുകയും കയ്യാങ്കളിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൃഷ്ണപ്രസാദിന്റെ കൈവശമുണ്ടായിരുന്ന പണം മോഷ്ടിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഗുരുതരമായി മർദ്ദിച്ചു. തലക്കേറ്റ ഗുരുതര പരിക്കാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിക്കുന്നതും. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ മരണവും സംഭവിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചതിൽ നിന്ന് പ്രതികൾ ആരാണ് എന്നതിൽ വേഗത്തിൽ തന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഏതാണ്ട് 2 മണിയോടെ തന്നെ പ്രതികൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി എന്ന കാര്യത്തിലും പോലീസിന് ഒരു സ്ഥിരീകരണം ലഭിച്ചു. ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കമ്മീഷണർ തന്നെ ഒരു മേൽനോട്ടം വഹിച്ചുള്ള അന്വേഷണമാണ് പിന്നാലെ നടന്നത്. പെട്ടെന്ന് തന്നെ ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. 21 വയസ്സുള്ള 2 പേരാണ് പ്രതികൾ. ഒപ്പം പ്രായപൂർത്തിയാകാത്ത ഒരാളും പ്രതിയായിട്ടുണ്ട്. അങ്ങനെ 3 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രതികൾക്ക് നേരത്തെ തന്നെ ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതിൽ ഒരാൾ 2 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് എന്നതടക്കമുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. നേരത്തെ കൃഷ്ണപ്രസാദ് വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡൈ മേക്കർ ആയിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോയി എന്നത് മനസ്സിലാക്കുന്നു. കോയമ്പത്തൂരാണ് അദ്ദേഹം താമസിക്കുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. പിന്നീട് പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് പൂനെയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുന്നത്. അതുവഴിയാണ് ഇപ്പോൾ സോളാപൂരിലെത്തിയപ്പോൾ അപ്പോഴാണ് ഇങ്ങനെയൊരു ദാരുണമായ കൊലപാതകത്തിന് അദ്ദേഹം ഇരയാകുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.